നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു പറ്റി മോളെ? എന്താ മേക്കപ്പ് ഇടാതിരുന്നത്? എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടമ്മേ, അലർജിയാ. എന്ന് കരുതി പൂർണ്ണമായിട്ട് വേണമെന്നൊന്നുമില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാലോ. ഈ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ടല്ലോ. വേണ്ടച്ച, ഇത് മതി. മോളെ, അത്യാവശ്യമായിട്ടൊന്നും ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ബോധമില്ലാത്തവര് പറയും. ചേച്ചി, ഇന്നല്ലേ സുജാത ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി? പോകുന്നില്ലേ? പോണം. അതെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അതിന്റെ കാരണം നിനക്ക് അറിഞ്ഞൂടെ? ജീവനുള്ളിടത്തൊരു ഫംഗ്ഷന് പോവാന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യ. പക്ഷേ സുജാത ആന്റി അവരെ പറഞ്ഞയച്ചതല്ലേ, പിന്നെ ഇവിടെ ഒന്ന് നേരിട്ട് വിളിക്കുകയും ചെയ്തു. ആന്റിയുടെ നിത്യയുടെ മുഖം ആലോചിക്കുമ്പോ പോവാതിരിക്കാൻ തോന്നില്ല. എന്നാലും ഒരു മടി. നമ്മളിവിടെ ഉണ്ടായിട്ടും ചെന്നില്ലെങ്കിൽ ആന്റിക്ക് വിഷമമാവേ. എന്നാ നമുക്ക് പോയേക്കാം. ആ. നീ അവന്മാരും കൂടി വിളിച്ചോ. ഓക്കെ. ആ, വേഗം റെഡി ആവണം കേട്ടോ. ശരി. മനു, ഇന്ന് ഫംഗ്ഷന്റെ ഇടയില് ജ്യോതിയോട് കാര്യം പറയുമോ നീ? അന്ന് എഴുത്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്താടാ? ജ്യോതിയോട് എനിക്ക് ഇഷ്ടമുണ്ടോന്ന് നീ ചോദിച്ചു. അവളുടെ ആങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ അവളോടുള്ള താല്പര്യം നീ എന്നോട് എക്സ്പ്രസ് ചെയ്തത്. പക്ഷേ അത് നിനക്ക് വേണ്ടി അവളോട് പറയാവുന്ന ഏറ്റതു മുതൽ എന്റെ മനസ്സൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടി. എന്തുപറ്റി? ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിന്റെ ഇഷ്ടം അവളോട് പറയാൻ എനിക്ക് പറ്റിയില്ല. സോ ഞാൻ എന്നോട് തന്നെ അതിന്റെ കാരണം തിരക്കുമല്ലോ. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ചില കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോഴാ അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. നിനക്ക് മറ്റൊന്നും തോന്നരുത്. ജ്യോതി മറ്റൊരാളുടെ സ്വന്തമാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ. അതേടാ, എന്റെ മനസ്സിലെ കൺഫ്യൂഷന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഐ എം ലവ് വിത്ത് ഹർ. ഞാൻ നിനക്ക് പ്രതീക്ഷകൾ തന്നു. ഞാൻ നിന്നെ സ്വപ്നങ്ങൾ കാണിച്ചു. എന്നിട്ട് ഞാൻ സെൽഫിഷായി. എടാ മണ്ട, ഈ ഒരു കാര്യം എന്നോട് പറയാൻ വേണ്ടി നീ ഇത്രയും ചുറ്റി വളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമല്ലേ? നിങ്ങൾ എത്രയോ സംസാരിച്ചിരിക്കുന്നു, എത്രയോ വട്ടം കണ്ടിരിക്കുന്നു, എത്രയോ വിലപിടിച്ച പ്രശ്നം അവൾ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഇത് നാച്ചുറലാ. പിന്നെ എന്റെ കാര്യം, എടാ നീ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വല്ലപ്പോഴും നീ എന്റെ ഫീസ് അടയ്ക്കുന്നു, നീ അധ്വാനിക്കുന്ന പൈസയെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചെലവ് ചെയ്യുന്നു. ഇതൊക്കെ ഒറ്റയടിക്ക് മറന്നു കളയാൻ പറ്റൂടാ? എടാ, എന്റെ ഇഷ്ടവും ഞാൻ എഴുതിയ കത്തുമൊക്കെ നമ്മളെ തേച്ചു മാച്ച് കളഞ്ഞു. ഇനി ജ്യോതിയുടെ ഇഷ്ടവും ജ്യോതിയൊക്കെ നിന്റെതാടാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. കാരണം കുറെ നാൾ കഴിയുമ്പോ ഞാനിത് അറിഞ്ഞല്ലോ മനുവെന്ന് ജ്യോതി പറയാൻ പാടില്ല. മനസ്സിലായോ? ഞാൻ ഇന്ന് തന്നെ പറയും. നീയാടാ റിയൽ ഫ്രണ്ട്. ഇനി നിങ്ങളെ ഒന്നിപ്പിക്കുന്ന എന്റെ ലക്ഷ്യം. അതിന്റെ ഇടയിൽ അവളുടെ ആംഗളവട്ടം കയറിയുണ്ടല്ലോ, അടിച്ച് ഞാൻ അവന്റെ പരിപ്പെടുക്കും. ആ,
നീ റെഡിയാവും. നീ എന്നെ ഭംഗിയായിട്ടങ്ങ് തേച്ചു. അവളെ ഞാൻ മോഹിച്ചെങ്കിൽ ഞാൻ തന്നെ അവളെ സ്വന്തമാക്കും. അതാടാ എന്റെ തീരുമാനം. അയ്യേ എന്നെ ചിറ. என்ன சார்? சார் சார் இன்னைக்கு சந்தோஷமுள்ள தினம் தானே? என்ன சார் மூஞ்சி இப்படி வச்சிருக்கே? എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? சிரிக்குங்க சார். இந்த மாதிரி ஃபங்க்ஷன் எப்போதும் கிடைக்குமா? சிரிங்க சார். നീ നിന്റെ കാര്യം നോക്കിയാ മതി. ആഹാ, என்ன சார்? ഇതെന്താ പരിപാടി? കുറെ നേരമായല്ലോ, ഇതുവരെ കഴിഞ്ഞില്ലേ? கொஞ்சம் கூட தான் இருக்கு சார், கொஞ்சம் கூட. എടാ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? இருக்கட்டும் சார். എടാ ജീവ, അടുത്ത വർഷം മുതലേ നിങ്ങളുടെ വിവാഹ വാർഷിക ഇതിനെയൊക്കെ കെങ്കമായിട്ട് ആഘോഷിച്ചോളണം. ഓ, എനിക്കിതിനൊന്നും താല്പര്യമില്ല. പിന്നെ നിനക്ക് എന്തിലാണാവോ താല്പര്യം? രഘുവേട്ടന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? എനിക്ക് എന്തോന്ന് ഒരുക്കോടോ. താൻ എടുത്തു തരുന്ന ഡ്രസ്സ് ഇടുക, നേരെ ഇങ്ങോട്ട് പോരുക. ഉവ്വ് ഞാൻ നേരത്തെ കണ്ടിരുന്നു കണ്ണാടിയുടെ മുമ്പിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നത്. அங்கே சார். അതെ അതെ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. அப்புறம் சார் തന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ്ടേ? ആള് നല്ല സുന്ദരനായിട്ടുണ്ട് അല്ലേടാ ശരവണ? சார் எப்போதும் இந்த மாதிரி தான், உதிச்ச சூரிய மாதிரி. ഓ താങ്ക്സ് റാ ശരവണ. என்ன நன்றி சார். നമ്മളെയൊക്കെ പുകഴ്ത്താനും ആരെങ്കിലും ഉണ്ടല്ലോ. ആ, ഇതുകൊണ്ടാണ് എത്രാമത്തെ വിവാഹ വാർഷികയാണെന്ന് കേക്കിലും മറ്റും എഴുതണ്ടെന്ന് ഞാൻ പറയാറുള്ളത്. അല്ല ഏതുകൊണ്ട്? താനിങ്ങനെ നിത്യേന ചെറുപ്പായിട്ട് വരുന്നോണ്ട് ഈ കേക്കിനകത്ത് വർഷം കിടക്കുന്ന കണ്ട ആളുകൾ ഞെട്ടിപ്പോയില്ലോടൂ. ஆமா சரியான சார். மேடம் நித்யா மேடம் ஜோதி எல்லாம் ஒருமிச்சு போன கண்டா சேசி அனியத்தி எல்லாம் போன மாதிரி தான். ശരവണ ഓവറാക്കല്ലേ? என்னம்மா நேஜம் பேசுறேன். വാ വാ. അമ്മേ, ഈ നിത്യേച്ചിട്ട് കോലം കണ്ടോ? ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞ കേക്കണ്ടേ? എന്തു പറ്റി മോളെ? എന്താ മേക്കപ്പ് ഇടാതിരുന്നത്? എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടമ്മേ, അലർജിയാ. എന്ന് കരുതി പൂർണ്ണമായിട്ട് വേണമെന്നൊന്നുമില്ല, കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാലോ. ഈ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന ഒരു രീതികളുണ്ടല്ലോ. വേണ്ടച്ചാ, ഇത് മതി. മോളെ, അത്യാവശ്യമായിട്ടൊന്നും ഒരുങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ബോധമില്ലാത്തവര് പറയും. പക്ഷേ ബോധമുള്ളവര് മറിച്ച ചിന്തിക്കുക. തൽക്കാലം അച്ഛനും അമ്മയ്ക്ക് നല്ല ബോധമുണ്ട് അല്ലേടൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.